എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന വെജ് ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ്. എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമ്മൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് എഗ്സും കൂടെ ആഡ് ചെയ്തിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ എഗ്സ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വെജിറ്റബിൾസ് മാത്രം ആഡ് ചെയ്തിട്ട് ഇത് തയ്യാറാക്കിയെടുത്താൽ മതിയായി. ഞാൻ 1 ഗ്ലാസ് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൈസ് എടുക്കാം. ജീരകശാല റൈസിലും ചെയ്യാൻ പറ്റുന്നതാണ്. ഈ റൈസ് ഒന്ന് ഹാഫ് ആൻ അവർ നമുക്ക് ഒന്ന് വെള്ളത്തിൽ സോക്ക് ചെയ്യാനിടാം. അതിനുശേഷം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് റൈസാണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കാം. അല്ല എന്നുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളത്തിൽ വേവിക്കാൻ വെച്ചിട്ട് നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുത്താൽ മതിയായിരിക്കും. നമ്മളിപ്പോൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ ഞാനിതൊരു സ്ട്രെയിൻ ചെയ്ത രീതിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ റൈസ് ഒരു 80% കുക്കായി കഴിയുമ്പോൾ നമ്മൾക്കിതൊന്ന് നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഞാനിത് കുറേ അധികം വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി ഹെൽത്തി വേർഷനായിട്ടും കുട്ടികൾക്കും ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു രീതിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മളിതിലേക്കൊരു 1 കപ്പ് ക്യാബേജാണ് ചെറുതായിട്ട് നീളത്തിൽ സ്ലൈസ് ചെയ്തിട്ട് എടുക്കുന്നത്. ഇനി ലെഫ്റ്റ് ഓവർ റൈസ് നമ്മൾ പ്രീവിയസ് ഡേ ആക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇനി നമ്മൾക്ക് വേണ്ടത് ക്യാരറ്റാണ്. അപ്പോൾ ഒരു 1 കപ്പ് ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞിട്ട് നമ്മൾക്ക് അതിലേക്കിടാം. ഇനി ഒരു ക്യൂബ് ടൈപ്പായിട്ട് അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നീളത്തിൽ അരിഞ്ഞിട്ടാണ് എടുക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ബീൻസാണ്. അപ്പോൾ ബീൻസ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. 1 കപ്പ് ബീൻസാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നമ്മൾക്ക് സ്പ്രിംഗ് ഓനിയൻ അല്ലെങ്കിൽ ക്യാപ്സിക്കം ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം. സിലറി ആഡ് ചെയ്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾക്കൊരു 1/2 കപ്പ് സവാള ഫൈനായിട്ട് ചോപ്പ് ചെയ്തിരിക്കുന്നതും ഒരു 8 to 10 ഗാർലിക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിരിക്കുന്നതും ഒരു 5 to 6 ഗ്രീൻ ചില്ലീസ് ചോപ്പ് ചെയ്തിരിക്കുന്നതുമാണ് വേണ്ടത്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് കടായി ചൂടായതിന് ശേഷം ഒരു 1 ടേബിൾ സ്പൂൺ ബട്ടറും ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും, ഇപ്പോൾ നിങ്ങൾക്ക് ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ മാത്രം ആഡ് ചെയ്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്ത് വരുന്ന രീതിയിലായി കിട്ടിയാൽ മതിയായിരിക്കും. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്താലും നല്ലതാണ്. പക്ഷെ ഞാനത് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഓരോ വെജിറ്റബിൾസിൻ്റെയും കുക്കിംഗ് ടൈം അനുസരിച്ചാണ് നമ്മളിത് സോട്ട് ചെയ്യാൻ ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത് കൊണ്ടാണ് അത് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം അതിന് കുറച്ച് കുക്കിംഗ് ടൈം മതിയായിരിക്കും. ഇനി ക്യൂബ്സ് ആയിട്ടാണ് നമ്മൾ ക്യാരറ്റ് അരിയണമെന്നുണ്ടെങ്കിൽ അത് ആദ്യം നമ്മൾ കുക്കാവാൻ വേണ്ടിയിട്ട് സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് ഗ്രീൻ പീസാണ്. ഞാൻ ഫ്രോസൺ ഗ്രീൻ പീസാണ് ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് ചെറുതായിട്ട് സോട്ടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിനാവശ്യമായിട്ടുള്ള സോൾട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് സോട്ടായി വന്നാൽ മതിയായിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു എഗ്ഗ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്യാബേജിന് വളരെ ചെറുതായിട്ടുള്ള കുക്കിംഗ് ടൈം അല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അത് ലാസ്റ്റ് ആഡ് ചെയ്ത് നമ്മൾ ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഇത് തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരു അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതുപോലെ നമ്മൾ തയ്യാറാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ അത്യാവശ്യം വെജിറ്റബിൾസൊക്കെ കഴിക്കുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ സോയ് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതും വെരി ഓപ്ഷണലാണ് കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്കിതൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ ഈ റൈസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നതാണ്. ഇനി സോയ് സോസ് ആഡ് ചെയ്തിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ സോൾട്ടും സോയ് സോസും ആഡ് ചെയ്യുമ്പോൾ സോയ് സോസിന് കുറച്ച് സോൾട്ട് ഉള്ളത് കൊണ്ട് തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ചെറിയൊരു പോർഷൻ നമുക്ക് സെൻറ്ററിൽ ഉണ്ടാക്കിയതിന് ശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്തിട്ട്, നോൺ സ്റ്റിക്ക് തവയാണെങ്കിൽ ഓയിലിൻ്റെ ആവശ്യമില്ല. നമ്മൾ 1 എഗ്ഗ് അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇനി അതൊന്ന് ചെറുതായിട്ട് കുക്കാവണോടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി എഗ്ഗ് ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
കുരുമുളകൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വേവിച്ചിട്ട് വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഇപ്പോൾ കുക്കായി റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ റൈസ് കുക്ക് ചെയ്തെടുത്തപ്പോൾ തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സോൾട്ടൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വെജിറ്റബിൾസൊക്കെ ആയിട്ട് റൈസ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും കേട്ടോ. അല്ല എന്നുണ്ടെങ്കിൽ ഇത് പെർഫെക്റ്റ് ആയിരിക്കും. സോ വെരി ഈസി ആൻഡ് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്തത്. നിങ്ങൾ ഇതുപോലെയൊക്കെ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ട് ലെഫ്റ്റ് ഓവർ റൈസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പം ചില്ലി ചിക്കനായിട്ടോ അല്ലെങ്കിൽ ചിക്കൻ കറിയൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് റൈത്തയായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പ്ലെയിൻ റൈസായിട്ട് തന്നെ കഴിക്കാനും വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് റൈസിൻ്റെ കുക്കിംഗ് ടൈമാണ്. ഒരു 80 to 90% വേവാകുമ്പോൾ തന്നെ നമ്മളിത് സ്ട്രെയിൻ ചെയ്തെടുക്കണം. ഓവർ കുക്ക് ആയാലും അണ്ടർ കുക്ക് ആയാലും അത് ആ ഒരു ടെക്സ്ചറിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് റൈസ് നന്നായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്തിട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് തണുപ്പിച്ചിട്ട് ചെയ്യുമ്പോഴാണ് ആവുന്നത്. ഇനി ഈ റൈസ് കുറച്ച് സമയം ഒന്ന് ഈ വെജിറ്റബിൾസിൻ്റെ ടേസ്റ്റും ഇതൊക്കെ ഒന്ന് ഫ്ലേവറൊക്കെ അതിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റി ആവുന്നത്. അപ്പം എപ്പോഴും കുക്ക് ചെയ്തിട്ട് ഒരു 3 to 4 hours കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിക്കുമ്പോഴായിരിക്കും അതിൻ്റെ കറക്റ്റ് ടേസ്റ്റിൽ വരിക കേട്ടോ. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്കിനി വീണ്ടും കാണാം.